നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. ജില്ലയിൽ വോട്ടെണ്ണുന്നത് 3 കേന്ദ്രങ്ങളിൽ. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് തിരുവമ്പാടി ദേവസ്വം. വെടിക്കെട്ട് ലൈസൻസി സതീശന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകും. വണിയമ്പറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കുരിയച്ചിറ തിരുവനന്തപുരം സ്വദേശികൾ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ ജില്ലയിൽ 10ഓളം വീടുകൾ ഭാഗികമായി നശിച്ചു. ചാലക്കുടി, കാറളം, പുതുക്കാട് മേഖലകളിൽ വ്യാപക കൃഷിനാശം. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി സ്വദേശി ഓട്ടോ സുഹേലാണ് അറസ്റ്റായത്. CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മുപ്ലിയം വെള്ളാരംകുന്ന് പുളിയാനിക്കുന്ന് റോഡിൽ വീണുകിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പോത്തുകളും എരുമയും ചത്തു. ഉടമയ്ക്കും ഭാര്യയ്ക്കും ഷോക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. സംസ്ഥാനം ആര് ഭരിക്കും? നാട് കാത്തിരിക്കുമ്പോൾ തൃശൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണലിലും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലുള്ളത് 13 മണ്ഡലങ്ങൾ. ഈ 13 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് 3 കേന്ദ്രങ്ങളിൽ. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 5 മണ്ഡലങ്ങൾ, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ 5 മണ്ഡലങ്ങൾ, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 3 മണ്ഡലങ്ങൾ എന്നിങ്ങനെയാണ് വോട്ടെണ്ണുക. എല്ലാവിധ സുരക്ഷയോടും കൂടി ഇവിടെ വോട്ട് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നു. രാവിലെ 6 മണിക്ക് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വോട്ടെണ്ണുന്നത് ചേലക്കര, വടക്കാഞ്ചേരി, തൃശൂർ, ഒല്ലൂർ, നാട്ടിക മണ്ഡലങ്ങളിലെ. ഗുരുവായൂർ കോളേജിൽ, ശ്രീകൃഷ്ണ കോളേജിൽ വോട്ടെണ്ണുന്നത് കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ മണ്ഡലങ്ങളിൽ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വോട്ടെണ്ണുന്നത് ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിലേത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എവിടേക്കായിരിക്കും ഈ മണ്ഡലങ്ങളെല്ലാം ചായുക എന്നുള്ളത്. രാവിലെ 6 മണിക്കാണ് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തുക. 7 മണിക്ക് നിരീക്ഷകൻ, വരണാധികാരി, സ്ഥാനാർത്ഥി നിർണയിച്ച ഏജന്റുമാർ എന്നിവർ ഇവിടെ എത്തും. ഇവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുണ്ട്. ആ തിരിച്ചറിയൽ കാർഡ് QR കോഡോടുകൂടിയ തിരിച്ചറിയൽ കാർഡോടുകൂടി മാത്രമേ അകത്ത് പ്രവേശിക്കാനാവൂ. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുമതിയില്ല. എന്തായാലും രാവിലെ ഈ വോട്ടിംഗ് മെഷീനുകളെല്ലാം പുറത്തെത്തി 7 മണിക്ക് ഈ സജ്ജീകരിച്ച പൂർണ്ണ സുരക്ഷയോടുകൂടി ഉള്ള സ്ട്രോങ് റൂമുകൾ തുറന്നതിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ മേശയിലേക്ക് മാറ്റും. ഏറ്റവും ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. ഒരു തപാൽ വോട്ടെണ്ണുന്ന ഒരു മേശയിൽ 500 വോട്ടുകൾ മാത്രമാണ് എണ്ണുക. അതായത് ഒരു മണ്ഡലത്തിൽ 3000 വോട്ടുകൾ ഉണ്ടെങ്കിൽ, തപാൽ വോട്ടുകൾ ഉണ്ടെങ്കിൽ 6 മേശകൾ തയ്യാറാക്കും. തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. 14 മേശകളാണ് ഇതിന് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കറിയാം, ഒരു റൗണ്ട് എന്നാണ് പറയുക. ഈ റൗണ്ട് എന്ന് പറയുന്നത് 14 മേശകളിലും എണ്ണുന്നതാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. 8:30 ആരംഭിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ ബൂത്തുകളിലെയും വോട്ടിംഗ് നില, ഒപ്പം തന്നെ ഏത് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതെല്ലാം അറിയാൻ സാധിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കും. അധികം വൈകാതെ നമുക്ക് ഈ ഫലങ്ങളെല്ലാം അറിയാനും സാധിക്കും. ഈ വോട്ടെണ്ണലിൻ്റെ എല്ലാ വിശദാംശങ്ങളും തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലെയും വിശദാംശങ്ങൾ TCV തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. കാത്തിരിക്കുക, നമുക്ക് കാണാം. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സാംസ്കാരിക നഗരി അനുശോചനമർപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും തൃശൂർ പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. ദുരന്തത്തിൽ മരിച്ച 16 പേരുടെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, രഘുനാഥ് C മേനോൻ, പത്മിനി ഷാജി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കുട്ടൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് C വിജയൻ, ശങ്കരൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി.
പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഏവരും പറഞ്ഞു. എന്തിനും ഏതിനും എപ്പോഴും ദേവസ്വത്തിനൊപ്പം നേതൃനിരയിലുണ്ടായിരുന്ന ഗിരി ഉൾപ്പെടെയുള്ള 5 പേരുടെ നഷ്ടം തിരുവമ്പാടി ദേവസ്വത്തിനും തട്ടകത്തിനും ഒരിക്കലും നികത്താൻ ആകാത്തതും മറക്കാൻ കഴിയാത്തതുമാണ്. ഇവരുടെയും വെടിക്കെട്ട് ലൈസൻസി സതീശന്റെയും കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതവും മരിച്ച മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായവും നൽകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ യോഗത്തെ അറിയിച്ചു. ആഘോഷ കമ്മിറ്റിയിലും അതുപോലെ തന്നെ അതിൻ്റെ പുരാഘോഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത നമ്മുടെ കുട്ടികൾ 5 പേർക്ക് ദേവസ്വത്തിൻ്റെ വകയായി അവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ടുള്ള നമ്മുടെ ലൈസൻസി അദ്ദേഹത്തിനും അവരുടെ കുടുംബത്തിനും 5 ലക്ഷം രൂപ നൽകാനാണ് തീരുമാനിച്ചത്. പുറമെ ലൈസൻസിയുടെ തൊഴിലാളികളായി പണിയെടുത്തിട്ടുള്ള മറ്റ് മരിച്ചുപോയ എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതവും. സംസ്ഥാന സർക്കാർ 14 ലക്ഷം രൂപയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 1 ലക്ഷം വീതവും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും ഇതിനോടകം മരിച്ചവരുടെ കുടുംബത്തിന് സഹായധനങ്ങൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ വ്യക്തികൾക്ക് തിരുവമ്പാടി ദേവസ്വം രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അക്കൗണ്ട് വഴി സഹായങ്ങൾ നൽകാമെന്നും ദേവസ്വം അറിയിച്ചു. TCV തൃശൂർ. വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ബിപിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ചാലിശ്ശേരി വളപ്പില വീട്ടിൽ ഷൈൻ ജോസ് എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ബാംഗ്ലൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് വരുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ N സന്തോഷ്, തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K ശ്രീലത, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VM ജബ്ബാർ, ജീസ്മോൻ, ബെന്നി, സുരേഷ്, നെൽസൺ, PV വിശാൽ, AA അജിത് കുമാർ തുടങ്ങിയവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കാരളം വെള്ളാനിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വാഴകൃഷി നശിച്ചു. വെള്ളാനി സ്വദേശി കണ്ടംകുളത്തി രാജന്റെ വാഴകളാണ് കനത്ത കാറ്റിൽ കടപുഴകി വീണത്. രാജന്റെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത 100ഓളം വാഴകൾ നശിച്ചിട്ടുണ്ട്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഏർപ്പാട് ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. തിരികെ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂർ, പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മറ്റത്തൂർക്കുന്ന്, പടിഞ്ഞാട്ടുമുറി, ആറ്റപ്പള്ളി, പന്തല്ലൂർ, ചെങ്ങാതുരുത്തി എന്നിവിടങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്. തെങ്ങ്, ജാതി, വാഴ, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട്. മരങ്ങൾ ഒടിഞ്ഞു വീണ് വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ പറ്റി. മറ്റത്തൂർ ആറ്റപ്പള്ളിയിൽ മുല്ലപ്പറമ്പിൽ ബദറുദ്ദീന്റെ വീടിന്റെ മുകളിലെ ട്രസ് കാറ്റിൽ തകർന്നു. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. നാശനഷ്ടങ്ങൾ നേരിട്ട പ്രദേശങ്ങൾ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസും ഭരണസമിതി അംഗങ്ങളും സന്ദർശിച്ചു. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. വയലൂർ പുഷ്പകത്ത് തങ്കയുടെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീടിന്റെ ശൌചാലയത്തിന്
മരത്തിന് മുകളിലേക്ക് വീണത്. ശക്തമായ കാറ്റിൽ പന്തലൂർ തോമാത്ത് ചന്ദ്രന്റെ 50ഓളം കവുങ്ങ് കടപുഴകി വീണു. കായ്ഫലമുള്ള 12 ജാതിമരങ്ങളും 3 മാവുകളും ഇവിടെ കാറ്റിൽ നിലംപൊത്തി. വീടിന് പുറകുവശത്തുള്ള മതിലും തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചന്ദ്രൻ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും ചിന്ത്രാപിന്നിയിൽ കൃഷിനാശം. 50ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. ചിന്ത്രാപിന്നി, ചിറക്കൽ, പള്ളിക്കടുത്ത് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൃഷിസ്ഥലത്തെ നേന്ത്രവാഴ കൃഷിയാണ് കാറ്റിലും മഴയിലും നശിച്ചത്. 200ഓളം വാഴകളിൽ 50ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. ശക്തമായ കാറ്റിൽ ആളൂരിൽ 1000ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. കാരൂർ പാറക്കുളം അർജുനന്റെ നേന്ത്രവാഴത്തോട്ടത്തിലാണ് കാറ്റ് നാശം വിതച്ചത്. അർജുനൻ പാട്ടത്തിനടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത 5000ഓളം നേന്ത്രവാഴകളിൽ 1000-ലേറെ വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. നശിച്ച വാഴകളെല്ലാം കുലവന്നവയാണ്. വിളവെടുക്കാൻ കഷ്ടിച്ച് 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് കാറ്റ് അർജുനന്റെ പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞത്. തകർന്നു പോകുന്ന ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിൽ 1000 വാഴയാണ് ഞാൻ വെച്ചാർന്നേ. എല്ലാ കായും കറിക്കായ പ്രായത്തിൽ 1000 വാഴയും ഒടിഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അത് ഇന്നലത്തെ വലിയ രീതിയിലുള്ള ഇതിന് വേണ്ട നടപടികൾ കൃഷിഭവനോ സർക്കാർ ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരിക്കലും ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് ഉണ്ടാവില്ല. ഞാനൊരു 15 ഏക്കർ സ്ഥലത്തോളമാണ് പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നത്. ഈ 15 ഏക്കറിൽ 5000 വാഴയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിലൊരു തോട്ടം മുഴുവൻ ഒടിഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ക്ഷേത്രത്തിൽ നിന്ന് 7 പവന്റെ തിരുവാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹൈലിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണ കേസുകളിൽ പോലീസിന് തീരാത്ത തലവേദനയായി മാറിയ ഇയാൾ 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ 28-ാം തീയതിയാണ് ഇയാൾ ക്ഷേത്ര വഴിപാട് കൗണ്ടറിലെ സ്ട്രോങ് റൂം കുത്തി തുറന്ന് ലോക്കറിലും അലമാരയിലുമായി സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവർന്നത്. പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പൊന്നാനിയിലെ വീട്ടിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. മോഷണത്തിനെടുത്ത സ്കൂട്ടറും 4.5 ലക്ഷം രൂപയും പോലീസ് ഇവിടെ നിന്ന് കണ്ടെടുത്തു. കഴിഞ്ഞ വർഷം പൊന്നാനിയിലെ വ്യവസായിയുടെ വീട്ടിൽ നിന്ന് 500 പവൻ കവർച്ച ചെയ്തതടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ പ്രകാരം ജയിലിലായിരുന്നു. ഇയാൾക്കെതിരെ തൃശൂർ ജില്ലയിൽ മാത്രം 10ഓളം കേസുകളുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ സേതു, ഗുരുവായൂർ ACP വി സുരേഷ്, ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ വേണുഗോപാൽ, SI യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മോഷണം നടന്ന തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ക്ഷേത്രത്തിൽ വിരലടയാളമോ മറ്റ് തെളിവുകളോ അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ട പ്രതിക്ക് വില്ലനായത് CCTV ദൃശ്യങ്ങൾ. മോഷണം നടന്ന് 5 ദിവസത്തിനകം പ്രതിയെ പിടികൂടാനായത് ഗുരുവായൂർ പോലീസിന് പൊൻതൂവലായി. നാടിനെ നടുക്കിയ മോഷണം നടന്ന ശേഷം ഗുരുവായൂർ പോലീസ് ഇരുട്ടിൽ തപ്പാതെ മേഖലയിലെ CCTV ക്യാമറകൾ പരക്കെ പരിശോധിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ CCTV ഇല്ലാത്തതിനാൽ മേഖലയിലെ 50ഓളം CCTVകൾ പോലീസ് പരിശോധിച്ചു. ഇതിൽ പല ഭാഗങ്ങളിലൂടെ സ്കൂട്ടറിൽ പോകുന്ന സുഹൈലിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. മുഖവും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും വ്യക്തമായിരുന്നില്ല. പൊന്നാനി വരെ പലയിടങ്ങളിൽ നിന്നുമായി പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ചു. സമാനമായ കുറ്റകൃത്യം ചെയ്ത 50-ലധികം പേരെ കേന്ദ്രീകരിച്ചും അടുത്തിടെ ജയിലിൽ നിന്നിറങ്ങിയവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് സുഹൈലിലായിരുന്നു. മോഷണം നടക്കുന്നതിന്റെ തലേന്ന് വൈകിട്ട് ക്ഷേത്രത്തിലെത്തി പരിസരം നിരീക്ഷിച്ചിരുന്നു. ക്ഷേത്രക്കുള നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസിൽ പണം സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചു. പിറ്റേന്ന് ക്ഷേത്രത്തിന് പുറകിലെ വഴിയിലൂടെ രാത്രി 1:30-ഓടെയാണ് മോഷണം നടത്തിയത്. 3:30-ഓടെ പുറത്തിറങ്ങി കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു. വിരലടയാളം പതിയാതിരിക്കാൻ കയ്യുറ ധരിച്ചിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് മോഷണത്തിനാവശ്യമായ ആയുധങ്ങൾ എടുത്തതും. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ടെങ്കിലും പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കൃത്യമായ കൈകളിൽ വിലങ്ങ് വീഴുകയായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. മുപ്പിളിയം വെള്ളാരംകുന്ന് പുളിയാനിക്കുന്ന് റോഡിൽ വീണുകിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പോത്തുകളും എരുമയും ചത്തു. ഒരു പോത്ത് രക്ഷപ്പെട്ടു. ഉടമ വെള്ളാരംകുന്ന് ആണ്ടുവീട്ടിൽ ബൈജു, ഭാര്യ ജ്യോതി എന്നിവർക്കും ചെറിയ തോതിൽ ഷോക്കേറ്റു. ബൈജുവും ഭാര്യയും 3 പോത്തുകളുടെയും എരുമയെയും കൊണ്ട് റോഡിലൂടെ പോകുന്നതിനിടയിലെ റോഡരികിൽ കിടന്ന കമ്പിയിൽ തട്ടുകയായിരുന്നു. 2 പോത്തുകളും തൽക്ഷണം ചത്തു. രക്ഷപ്പെട്ട പോത്തിനെ ബൈജുവും ഭാര്യയും ചേർന്ന് വലിച്ചു നീക്കുന്നതിനിടയിലാണ് ഇരുവർക്കും ഷോക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ഇടിമിന്നലിലാണ് വൈദ്യുതി കമ്പി പോസ്റ്റിൽ നിന്ന് തെറിച്ചു വീണത്. റോഡരികിൽ കമ്പി വീണുകിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അപകടത്തെ തുടർന്ന് വരന്തരപ്പള്ളി KSEB അധികൃതർ
ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെ ട്രാൻസ്ഫോർമറിലെ ഫ്യൂസ് ഊരി വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ ലില്ലി, മുകുന്ദൻ എന്നിവർ സ്ഥലത്തെത്തി. കയ്പമംഗലത്ത് കുളത്തിൽ വളർത്തിയിരുന്ന മീനുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തി. കയ്പമംഗലം കരടിവളവ് പടിഞ്ഞാറെ കമ്പിളിക്കൽ ബാബുവിന്റെ വീട്ടുപറമ്പിലെ കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ വളർത്തിയിരുന്ന നട്ടർ, കോയിക്കാർപ്പ്, ഗൗരാമി, തിലോപ്പിയ, പൂമീൻ തുടങ്ങിയ മീനുകളെയാണ് അജ്ഞാത ജീവി കൊന്നു തിന്നിട്ടുള്ളത്. മീനുകളെ കടിച്ച് വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. വലുതും ചെറുതുമായ 500ഓളം മീനുകളാണ് ചത്തിയിട്ടുള്ളത്. അതിരപ്പള്ളി തുമ്പൂർമുടിയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ട് കാട്ടാന. തുമ്പൂർമുടി 10:06 1 മണിക്കൂറോളമാണ് കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചത്. KSRTC ബസ്സടക്കം നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുടെ മുൻപിലായിരുന്നു ആന നിന്നത്. പുഴയിൽ വെള്ളം കുടിക്കാനെത്തിയ ആനയാണ് റോഡിൽ നിലയുറപ്പിച്ചത്. പിന്നീട് ആന സ്വയം കാട്ടിലേക്ക് കയറിപ്പോയി. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഫൊറോന പള്ളിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. രാവിലെ നടക്കുവാൻ ഇറങ്ങിയതായിരുന്നു അബു താഹിർ. റോഡരികിലൂടെ നടക്കുമ്പോൾ പുറകിലൂടെ അമിത വേഗത്തിൽ വന്ന ഇന്നോവ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അബു താഹിറിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുന്നുകുളം ദയ റോയൽ ആശുപത്രിയിലെ PRO ആണ് അബു താഹിർ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ 5ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശിവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ ചൈത്രം അച്ചു സംഗമേശ്വരന്റെ തിടമ്പേറ്റി. കുട്ടൻകുളങ്ങര അർജുനനും പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി. ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ ശിവേലിക്ക് 100ഓളം കലാകാരന്മാരെ അണിനിരത്തിയുള്ള പഞ്ചാരിമേളം അരങ്ങേറി. വൈകിട്ട് ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. ശനിയാഴ്ചയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും പ്രധാന വേദിയിലെ പന്തൽ തകർന്നുവെങ്കിലും നിശ്ചയിച്ച പ്രകാരമുള്ള കലാപരിപാടികൾ ഉണ്ടാകുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വാഴാനി പീച്ചി റോഡ് നിർമ്മാണത്തിൽ പൊളിച്ചുമാറ്റിയ കരിമത്ര ചങ്ങരത്ത് പാലത്തിന്റെ കൃഷി ആവശ്യത്തിനായുള്ള ചീപ്പ് പലക ഇടുന്നതിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP ധർണ നടത്തി. ചങ്ങരത്ത് പാലത്തിന് സമീപം നടത്തിയ ധർണ തെക്കങ്കര പഞ്ചായത്ത് അംഗം ഐശ്വര്യ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗങ്ങളായ K രാമചന്ദ്രൻ, രാജീവൻ തടത്തിൽ, കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം KG ശങ്കരൻകുട്ടി, PU ശിവപ്രസാദ്, PK ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്രസന്നിധിയിൽ 243 വിവാഹങ്ങളാണ് നടന്നത്. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്ര പരിസരത്തേക്ക് വൻ ജനപ്രവാഹമാണ് ഉണ്ടായത്. 5 മണിയോടെ ക്ഷേത്രത്തിന് മുന്നിലെ 5 മണ്ഡപങ്ങളിലായി താലികെട്ട് തുടങ്ങി. 7 മണിയായപ്പോഴേക്കും 55 വിവാഹങ്ങൾ പൂർത്തിയായിരുന്നു. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത്. ഈ സമയത്ത് കിഴക്കേ നടയിലും പരിസരത്തും കാൽകുത്താൻ ഇടമില്ലാത്ത വിധം ജനനിബിഡമായിരുന്നു. മേടത്തിലെ അനിഴം നാളായതിനാലാണ് വിവാഹത്തിരക്ക് വർദ്ധിക്കാൻ കാരണമായത്. തിരക്ക് നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം അധികൃതരും ഏറെ പാടുപെട്ടു. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനമൊരുക്കിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായത്. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും.
Kerala Vision Broadband. Connect and win. വാർത്തകളിലേക്ക്. കോടാലി മാങ്കുറ്റിപ്പാടം പുര ആർട്ട് കെസയിൽ നടന്നുവന്ന 3 ദിവസത്തെ ചിത്രശില്പകലാ ക്യാമ്പ് സമാപിച്ചു. ചിത്രകലാ അധ്യാപിക പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. പ്രിന്റിംഗ്, പോട്ടറി, ഇല്ലസ്ട്രേഷൻ, ശില്പനിർമ്മാണം എന്നീ വിഭാഗങ്ങളിലായി നടന്ന പരിശീലന ക്ലാസുകൾക്ക് TG വിമൽ, സുനിൽ സബരിയ, ആനന്ദ് മാമൻ, അഭിനന്ദ് അനിൽകുമാർ, പ്രിയ ഷിബു, നിഷാന്ത്, അഭിനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപനത്തോടനുബന്ധിച്ച് ക്യാമ്പംഗങ്ങൾ വരച്ച ചിത്രങ്ങളുടെയും മെനഞ്ഞെടുത്ത കളിമൺ ശില്പങ്ങളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ലോക പത്രസ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ KMPU പാലക്കാട് ജില്ലാ കമ്മിറ്റിയും കൂട്ടിനാട് പ്രസ് ക്ലബ്ബും സംയുക്തമായി മാധ്യമ സെമിനാറും പഠന ക്ലാസും സംഘടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണി അധ്യക്ഷത വഹിച്ചു. KMPU സംസ്ഥാന ജനറൽ സെക്രട്ടറി V സെയ്ദ് മുഖ്യാതിഥിയായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജേസൺ കരിപ്പായി നേർച്ചയൂട്ട് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അനൂപ് പാട്ടത്തിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ലിജോ കരുത്തി സന്ദേശം നൽകി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി കരിമരുന്ന് പ്രയോഗം പൂർണ്ണമായും ഒഴിവാക്കിയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പറപ്പൂർ സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിൽ മാങ്ങൻ കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റ ചടങ്ങുകൾക്ക് വികാരി ഫാദർ പോൾ തേക്കാനത്ത്, ജനറൽ കൺവീനർ ഡേവിസ് വടക്കൻ, കൈക്കാരന്മാരായ KL സേവിയർ, AT അഗസ്റ്റി, CP തോമസ്, CD ജോസൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 9, 10, 11 എന്നീ ദിവസങ്ങളിലായാണ് തിരുനാൾ. കൈപ്പമംഗലം പള്ളിനട സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോബി കടപ്പുരാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോബിൻ പാലാട്ടി തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പും നേർച്ചയൂട്ടും നടന്നു. വികാരി ഫാദർ ജിജോ ചക്കിയത്ത്, കൈക്കാരന്മാരായ സിബിൻ ജോയ് എലഞ്ഞിക്കൽ, വിപിൻ പുളിക്കൻ, ജനറൽ കൺവീനർ ബോബി മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. അധസ്ഥിതർക്കിടയിൽ സ്വാമിയച്ചൻ നടത്തിയ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണെന്നും മതത്തിന് ഐഡിയോളജിയെ തോൽപ്പിക്കാൻ ആകുമെന്നും കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ച് വിട പറഞ്ഞ ഫാദർ മൈക്കിൾ പൊറാട്ടുകരയെന്ന സ്വാമി സദാനന്ദ് അനുസ്മരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ അക്കാദമിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗ്രന്ഥകാരൻ ED ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സഹപാഠിയും ഗ്രന്ഥകാരനുമായ ഫാദർ ജോസ് ചുങ്കൻ, കോർപ്പറേഷൻ കൗൺസിലർ കരോളിൻ ജോഷുവ, ഫാദർ ഡോക്ടർ പോൾ കാട്ടുകാരൻ എന്നിവർ അനുസ്മരിച്ചു. ഫാദർ ഡോക്ടർ ജോസൻഡോ പൊറാട്ടുകര, റോയ് P ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ആംബുലൻസ് ഡ്രൈവറും നഴ്സും രക്ഷകരായി. ചെങ്ങാലൂരിൽ യുവതിക്ക് വീട്ടിൽ സുഖപ്രസവം. ഗർഭിണിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനെത്തിയ ആംബുലൻസ് സംഘം കണ്ടത് ഗർഭപാത്രത്തിൽ നിന്ന് തലയും കൈയും പുറത്തു വന്ന നിലയിലുള്ള കുഞ്ഞിനെയും അബോധാവസ്ഥയിലായ അമ്മയെയുമാണ്. പിന്നെ ഒരു നിമിഷം പോലും താമസിക്കാതെ നഴ്സ് അബിനും ഡ്രൈവർ സുദീപും രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു. തുടർന്ന് വീട്ടിലെ മുറി പ്രസവമുറിയായി. ചെങ്ങാലൂർ സൂര്യഗ്രാമം ചിരിയങ്കണ്ടത്ത് സന്തോഷിന്റെ ഭാര്യ ദിവ്യയാണ് സ്വന്തം വീട്ടിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവവേദന തുടങ്ങിയെന്ന അറിയിപ്പിനെ തുടർന്നാണ് 108 ആംബുലൻസ് ഡ്രൈവർ പട്ടിക്കാട് സ്വദേശി സുദീപും നഴ്സ് ചെങ്ങാലൂർ സ്വദേശി അബിനും സൂര്യഗ്രാമത്തിലെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. അബിൻ തൃശൂർ സഹകരണ ആശുപത്രിയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയയാളും നേരത്തെ പ്രസവത്തിന് ഡോക്ടറുടെ സഹായിയായ പരിചയവുമുണ്ട്. സുഖപ്രസവമായതോടെ അമ്മയെയും കുഞ്ഞിനെയും അതേ ആംബുലൻസിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ആംബുലൻസ് ഡ്രൈവർ സുദീപിനെയും നഴ്സ് അബിനെയും പുതുക്കാട് സേവാഭാരതി ആദരിച്ചു. TCV പുതുക്കാട്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ 8ാമിട തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബെന്നറ്റ് എടാട്ടുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിനോയ് ആലപ്പാട്ട് വചന സന്ദേശം നൽകി. ഫാദർ അജിൽ മാങ്ങൻ സഹകാർമ്മികനായിരുന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ അമൽ ചാളൂർ, ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, നടത്തുകൈക്കാരൻ ജോസഫ് ലിയോ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
മണ്ണുത്തി ഉല്ലൂക്കര സെന്റ് ജോസഫ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡോക്ടർ ബിജു പാണങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ സാജൻ പിണ്ടിയാൻ വചന സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിൽ കിഴിപ്പള്ളിക്കര ജനകീയ സമിതിയുടെ സഹകരണത്തോടെ മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി കൺവീനർ TV ദീപു അധ്യക്ഷനായി. SHO കേഴ്സൺ V മാർക്കോസ്, എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MB സുരേഷ്, ജനകീയ സമിതി ചെയർമാൻ PB അനിൽ, ജനമൈത്രി സമിതി അംഗം സുഭാഷ് താന്യം എന്നിവർ സംസാരിച്ചു. സർഗമിത്ര കലാഗ്രാമം ഊരകം സംഘടിപ്പിച്ച ത്രിദിന വേനലവധി ക്യാമ്പ് സമാപിച്ചു. കലാഗ്രാമം പ്രസിഡന്റ് പ്രസാദ് അംഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് സമാപന സന്ദേശം നൽകി. സംവിധായകൻ പ്രിയനന്ദനൻ, ചലച്ചിത്ര നടൻ സുനിൽ സുഗത, സ്കൂൾ മാനേജർ ഇൻചാർജ് വിജയൻ ചേന്നനാത്ത്, പ്രൊഫസർ രാജേഷ് നാവാത്ത്, അഭിലാഷ് കളരിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ നാടകാവതരണം നടന്നു. പച്ചവെള്ളത്തിൽ ചാടിയാൽ മതി. അപ്പോൾ ഇത് കേട്ട് കുറേ ആൾക്കാർ പോയിട്ട് വെള്ളത്തിൽ ചാടിയപ്പോൾ കുറേ ആൾക്കാർ ചത്തുപോയി. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറി അതുൽകുമാർ അഞ്ചാൻ ഒന്നാം ചരമവാർഷിക ദിനം അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പെരിങ്ങോട്ടുകരയിൽ നടന്ന ചരമവാർഷിക ദിനാചരണം കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. MV സുരേഷ് അധ്യക്ഷനായി. KK രാജേന്ദ്രബാബു, ഗീതാ ഗോപി, KM കിഷോർ കുമാർ, ജെന്നി ജോസഫ്, MR മോഹനൻ, കൊച്ചു മൊയ്തീൻ, VR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തല പ്രതീക്ഷ ജീവകാരുണ്യ സംഘത്തിന്റെ 10ാം വാർഷികാഘോഷവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് TV ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബേസിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. CA നസീർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BV രതീഷ്, കൌൺസിലർ മിനി സുഭാഷ്, സംഘം സെക്രട്ടറി TP ജോഷി, ട്രഷറർ EK മജീദ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി ഓൾ കൈൻഡ് ഓഫ് വെൽഡിംഗ് അസോസിയേഷൻ സംഘടനയുടെ തൃശൂർ ജില്ലാ മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായാണ് സന്നദ്ധ പ്രവർത്തനം നടത്തിയത്. ഡോക്ടർ രഘുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി അനീഷ്, പ്രസിഡന്റ് സുനിൽകുമാർ, ആശുപത്രി ജീവനക്കാരുടെ പ്രതിനിധി സിന്ധു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. ജില്ലയിൽ വോട്ടെണ്ണുന്നത് 3 കേന്ദ്രങ്ങളിൽ. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം, മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് തിരുവമ്പാടി ദേവസ്വം. വെടിക്കെട്ട് ലൈസൻസി സതീശന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകും. വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. അറസ്റ്റായത് കുരിയച്ചിറ, തിരുവനന്തപുരം സ്വദേശികൾ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ ജില്ലയിൽ 10ഓളം വീടുകളിൽ ഭാഗികമായി നശിച്ചു. ചാലക്കുടി, കാറളം, പുതുക്കാട് മേഖലകളിൽ വ്യാപക കൃഷിനാശം.
ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി സ്വദേശി ഓട്ടോ സുഹൈലാണ് അറസ്റ്റായത്. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മുക്കുളിയം വെള്ളാരംകുന്ന് പുളിയാനിക്കുന്ന് റോഡിൽ വീണുകിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പോത്തുകളും എരുമയും ചത്തു. ഉടമയ്ക്കും ഭാര്യയ്ക്കും ഷോക്കേറ്റു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.